ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് ഫിലിപ്പീൻസിലെ ഒരു ഗ്രാമത്തിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതും പാതിരാത്രിയിൽ. നമ്മൾ ഇന്ന് പോകുന്നത് ഇന്തോനേഷ്യയിലെ ഒരു കൊച്ചു പ്രദേശത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യക്കുള്ളിൽ ഒളിപ്പിച്ച ഒരു ഫിലിപ്പീൻസ്. കാണുമ്പോൾ കൃത്യം ഫിലിപ്പീൻസിലെ പോലെ തോന്നിപ്പിക്കുന്ന വീടുകളും അതിന്റെ ഒരു സ്ട്രക്ചറും പിന്നെ ആൾക്കാരുടെ മുഖഛായയും അവരുടെ ജീവിത രീതിയും ഒക്കെ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന ഫിലിപ്പീൻസ് തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാണ് ഈ രാത്രിയിൽ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നേരം റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് പോകുന്നത് നല്ലത്, നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകണ്ടാന്ന്. നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ എല്ലാ സാധനം എടുത്ത് റൂമിൽ വെക്കുക. വാല്യുബിൾ ആയിട്ടുള്ള കാര്യം സാധനം കയ്യിൽ, ഇപ്പോൾ റൂമിൽ എത്ര സുരക്ഷിത ഉണ്ടെന്ന് പോലും അറിയില്ല. ഈ സ്ഥലം കറക്റ്റ് ഇവിടുത്തെ ആൾക്കാരായാലും ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതശൈലിയൊക്കെയാണെങ്കിലും ഒരു ഫിലിപ്പീൻസ് ടച്ചാണ് കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ നല്ലത് കിട്ടുമോ എന്ന് അന്വേഷിച്ചാണ് എൻ്റെ ഈ യാത്ര. 1000-ഓളം ദ്വീപുകളുള്ള ഒരു ദ്വീപ സമൂഹമാണ് ഇന്തോനേഷ്യ. അതിലെ പല പല ദ്വീപുകളിൽ നിന്നും ജോലി തേടിയും അല്ലെങ്കിൽ ലൈഫിന് ഒരു മുന്നേറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരുന്ന സ്ഥലമാണ് ഈ ജക്കാർത്ത. അതുപോലെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വണ്ടി കയറി വന്നിട്ട് ഈ നഗരത്തിൻ്റെ വികസനത്തിൻ്റെ ഇടയിൽ എവിടേക്കോ പിന്തള്ളപ്പെട്ടു പോയ ആൾക്കാരെ, നമുക്ക് അങ്ങനെയുള്ള മനുഷ്യരെ പല കോണിലും മുക്കിലും ഒക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ. വീടുകൾ തമ്മിലൊക്കെ വല്ലാതെ അടുത്ത് നിൽക്കുകയാണ്. ആളുകളുടെ മുഖവും സംസാരവും ഒക്കെ കാണുമ്പോൾ കൃത്യം ഫിലിപ്പീൻസിലെ ഏതെങ്കിലും ഒരു ചേരിയിലോ അല്ലെങ്കിൽ തെരുവിലോ ഒക്കെ നിൽക്കുന്ന ഫീൽ തന്നെ. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം നോക്കിയാൽ സാധാരണക്കാരായ ആൾക്കാരാണ്, തൊഴിലാളികളാണ്. ഡെയിലി വേജസിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ. സാധാരണ ഇന്തോനേഷ്യയിലെ അർബൻ ഏരിയയിലെ ഒരു ദിവസത്തെ ശരാശരി സാലറി എന്ന് പറയുന്നത് 1,20,000 മുതൽ 1,50,000 വരെയാണ്. ഇത് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തേക്കുന്ന റോഡിൽ തന്നെ. അപ്പോൾ എന്നോട് ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ സൂക്ഷിക്കുക, നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ റൂമിൽ വെച്ചിട്ട് പോവുക, വാലറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള പൈസ മാത്രം കൊണ്ടുപോകാന്നൊക്കെയാണ്. ശരിക്കും എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ക്യാമറ തേങ്ങാക്കോലൊന്നുമല്ല, നമ്മുടെ ലൈഫാണ്. ബൈക്കുകൾ ഇനി പോവില്ല കേട്ടോ. ഒരു സമയം കഴിഞ്ഞാൽ അവരിത് പൂട്ടും. അപ്പോൾ ഇതിനുള്ളിലുള്ള ആൾക്കാരൊക്കെ ഇന്ന സമയത്തിനുള്ളിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നതാണ്. അതിനുശേഷം അവർ ഇത് പൂട്ടും കേട്ടോ. അതായത് കണ്ടോ, JLCG2 ഇതിനുള്ളിലേക്കുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. അത് ഇവിടെ ഉണ്ട് കണ്ടോ. അത് കണക്കത്തെ ഇടവഴികളെല്ലാം ഇവരിങ്ങനെ ലോക്ക് ചെയ്യും. ഇവിടെ ഇന്തോനേഷ്യൻ്റെ ഫ്ലാഗൊക്കെ ആ ഒരു റോഡിലും കാണാം കേട്ടോ. എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ചെറിയ കടകൾ നടത്തിയും വണ്ടി വലിച്ചും പിന്നെ ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ പൊതുവെ ജീവിക്കുന്നത് കേട്ടോ. ഫൈനലി ഒരു കട കണ്ടുപിടിച്ചു, നമ്മുടെ ടേസ്റ്റിന് പറ്റിയ ഒരു കട. ഇന്തോനേഷ്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ഷവായി ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ, ആ സാധനമാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. തീയിൽ ചുട്ടെടുക്കുകയാണ് ആള് ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ കുറച്ച് കെച്ചപ്പും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് പറ്റിയ ടേസ്റ്റ് തന്നെയാണ്. ഇവരിതിന് പറയുന്നത് അയാം ബക്കർ എന്നാ. ബക്കർ എന്ന് പറഞ്ഞാൽ ഗ്രിൽഡ്, അയാം എന്ന് പറഞ്ഞാൽ ചിക്കൻ. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ, അയാം ബക്കർ. അയാം ബക്കറിനൊപ്പം കുറച്ച് ചോറും കുറച്ച് സലാഡും അച്ചാറും ഒക്കെ ചേർത്തിട്ട് തരുന്നതിന് 20,000 ഇന്തോനേഷ്യ റുപ്യാണ്. നമ്മുടെ നാട്ടിലെത്താൻ 100 രൂപ 110 രൂപ. ഒരു നേരത്തേക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ ചോറ് കുറവാണെങ്കിലും അയ്യാം ബക്കറിന് കുറച്ച് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വയറ് നിറയും. ഇനി സാമ്പാലിയാ മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ്. ഞാനും അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഇതൊരു മാർക്കറ്റ് ഏരിയയാണ്, ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. എന്തായാലും ഫുഡ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാം. നഗരം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിച്ചപ്പോഴത്തേക്കും കോടികൾ മുടക്കി വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകളും മാളുകളൊക്കെ പണിത് ഉയർത്തിയപ്പോൾ അവിടെ നിന്നൊക്കെ തുടച്ചു നീക്കപ്പെട്ട അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ട ഒരുപാട് സാധാരണക്കാരായിട്ട് ആൾക്കാരുണ്ട്. ആധുനിക ജക്കാർത്തേന്റെ മാളുകളും വലിയ റോഡുകൾക്കൊക്കെ പിന്നിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ചേരി പ്രദേശങ്ങൾ, ഫിലിപ്പീൻസിലെ മനിലയിലുള്ള പോലെ ഉള്ള ചേരി പ്രദേശങ്ങളുള്ള കുറേ സ്ലം ഏരിയാസ് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ പല കോണിലും മുക്കിലും മൂലയിലൊക്കെ കാണാം. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി മാത്രം മാറ്റി നിർത്തപ്പെട്ട ഈ മനുഷ്യര് എങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ ജീവിക്കുന്നത്, അവരുടെ നൈറ്റ് ലൈഫ് എങ്ങനെയാണ്, അത് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും ഇതുപോലുള്ള ചേരി പ്രദേശങ്ങളിൽ ആൾക്കാർ ഉണരാൻ തുടങ്ങും. ഇത് അരിക്കട. ഇത് എനിക്കൊന്ന് നമ്മുടെ കമ്പോളം പോലത്തെ ഏരിയ. പകല് മുഴുവൻ കഠിനാധ്വാനം ചെയ്ത നഗരത്തിന്റെ ഭാരം ചുമക്കുന്ന മനുഷ്യരുടെ രാത്രിയാണ് ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ വലിയ കാറുകൾക്ക് കടന്നു പോകാൻ വഴികളില്ല, പകരം ഇടുങ്ങിയ വഴികളാ. ഇരുവശത്തും പരസ്പരം തൊട്ട് കിടക്കുന്ന ചെറിയ ഷെഡ് പോലുള്ള വീടുകൾ. അതിൽ 2 നില വീടുകളും ഉണ്ട്, പക്ഷേ എല്ലാം ഒരുപാട് ഇടുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ ഉള്ളതുകൊണ്ട് ഈ വഴികൾക്കൊക്കെ ഒരു വെട്ടമുണ്ട് കേട്ടോ. ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഏത് വഴി ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. കാര്യം അത്രയ്ക്ക് ഇടുങ്ങിയ വഴികളാണ്. പക്ഷെ അവർ ഇത്രയും ഇടുങ്ങിയ വഴിയാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ചെടിച്ചട്ടികളൊക്കെ 2 വശത്തും വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. പക്ഷേ
എത്ര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് ഒന്ന് ഒരു ദിവസം കാണാനൊക്കെ അടിപൊളിയാണ്, അല്ലാതെ ഇവിടെ താമസിക്കാനൊന്നും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോശമായിരിക്കും. എല്ലാ സ്ഥലത്തു നിന്നും കൊതുക് തിരീൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. കാര്യം ഇവിടെ ഇത്രയും ഈ ഓടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല കൊതുകുണ്ടാവും. ഈ ഇടുങ്ങിയ വഴി കൂടെ നമ്മൾ നടക്കുമ്പോൾ കാണുന്നത് അതിജീവനത്തിന്റെ നേർക്കാഴ്ചകളാണ്. പണക്കാരുടെ ലോകത്ത് നിന്നും പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ട് ഈ സ്ഥലങ്ങളിൽ ചെറിയ ചായക്കടകൾക്കും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ലോകത്ത് നിന്നൊക്കെ പൂർണ്ണമായി ഒറ്റപ്പെട്ട ഈ സ്ഥലങ്ങളിൽ ചെറിയ ചായക്കടയും ചെറിയ തട്ടുകടേന്റെ ഒക്കെ അടുത്തിരുന്ന് അല്ലെങ്കിൽ ചുറ്റുമിരുന്ന് ആളുകൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഈ കാണുന്നതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ സെക്യൂരിറ്റി ഹെഡ് പോസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് ആൾക്കാർ, ഇവിടെയുള്ള ഈ ഒരു ഗ്രാമത്തെ സംരക്ഷിക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ 100% സുരക്ഷിതമായിരിക്കും നമ്മളിവിടെ നിന്നാൽ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ കാക്ക ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടിച്ചിടും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ. ഹലോ ബലൂം തീർത്തുറിയാ അസ്സലാമലൈക്കും ബാ ജലൻ ജലൻ അമ്മാനി അത് സിനി മലം ഗപ്പായ തിരുമക്കാസിയ. ആള് പറഞ്ഞ് ധൈര്യമായിട്ട് നടന്നോളാം, കുഴപ്പമൊന്നുമില്ല എന്ന്. കാര്യം ഈ സ്ഥലം ഫുള്ള് ആളുടെ കൺട്രോളാണ് കേട്ടോ. ഇതിനൊക്കെ ആൾക്കാർ ആണ് ഈ ഒരു സ്ഥലത്തെ. ഹലോ ബ്രോ, ഹൗ ആർ യു? ഓ ഗുഡ്, താങ്ക് യു സോ മച്ച്. ഫാറൂഖ്. യെസ്. Bhajan. Yeah. What's your name? Pari. Pari. You from India? How are you? Good. I'm good. Okay, you are painting there. Oh, പിള്ളേർ ഇവിടെ പെയിന്റ് ചെയ്യാനാണ് കേട്ടോ. സമാങ്ങാൻ. കുട്ടികൾ ഇടവഴിയിലൊക്കെ ഫുട്ബോൾ കളിക്കുന്നു. പകൽ സമയത്തെ പൊടിയും ചൂടും ഒക്കെ കഴിഞ്ഞ് രാത്രിയിലെ ചെറിയൊരു തണുപ്പിലാണ് ഈ ചേരികളിൽ ജീവൻ വെക്കുന്നത്. ആഡംബരമായിട്ടുള്ള നൈറ്റ് ലൈഫോ DJ പാർട്ടിയോ ഒന്നും ഇവിടില്ല. പകരം നാളെക്കുറിച്ചുള്ള ആശങ്കകളും ചെറിയ സന്തോഷങ്ങളും പങ്കുവെക്കുന്ന മനുഷ്യരുടെ യഥാർത്ഥ ജീവിതം അതുമാത്രം. നാളത്തേക്കുള്ള സ്റ്റോക്ക് അറേഞ്ച് ചെയ്താണ് കേട്ടോ, പച്ചക്കറീൻ്റെ ഒക്കെ. ഇത് വാഴേൻ്റെ കൂമ്പാണ്. വാഴേൻ്റെ കൂമ്പ് ഇവർ ഇത്രയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലേ. കെട്ടാ വാഴേൻ്റെ കൂമ്പ് വന്നേക്കുന്ന കേട്ടോ. പച്ചക്കറിയാണ് കേട്ടോ ഇത് ഫുള്ള്. പച്ചക്കറി കടകളാണ് ഈ കാണുന്ന എല്ലാം. രാത്രി ഇത്രയും ലൈവാണെങ്കിൽ പകൽ എന്ത് ലൈവായിരിക്കും. പകലിവിടെ വന്ന് എന്തായാലും ഒന്ന് കാണണം. തേങ്ങയുടെയൊക്കെ സൈസ് നോക്കിയാൽ മുട്ടം തേങ്ങ കേട്ടോ. ആൾക്കാരൊക്കെ വീടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. നമ്മൾ ഓരോ വീടിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾക്ക് നടന്നു പോകാം, ഒപ്പം ഒരു ബൈക്കും പോകാം. അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ ഇതുവഴി നടന്നു പോകാനാണെങ്കിൽ. പിന്നെ ചില വീടുകളൊക്കെ കാണാൻ ക്യൂട്ടാണ്. ഇതുവഴി നടക്കുമ്പോഴത്തേക്ക് ഹലോ ആൾക്കാരൊക്കെ ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ മാതിരി ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ ആവശ്യമില്ലാതൊരു ഭയം വരും. പക്ഷേ അത് നല്ലതാണ്, നമ്മൾ പ്രിപ്പയർ ആയിട്ട് നടക്കുന്നത്. ആകുമ്പോൾ ഇപ്പം തന്നെ ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഫുഡിന് കൊടുക്കാനുള്ള പൈസ മാത്രമേ എടുത്തുള്ളൂ, ബാക്കി ഹോട്ടലിലാണ് വെച്ചത്. അതുപോലെ തന്നെ വലിയ എൻ്റെ കയ്യിൽ ഇപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ളത് എൻ്റെ ജീവിതവും പിന്നെ ഈ ഒരു ക്യാമറയും മാത്രമാണ്. വേറെ ഒന്നും അങ്ങനെ വാല്യുബിൾ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ നമ്മളെ അടുത്തുള്ള ഒരു പരിഗണന നമ്മളെ പരിഗണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പോകുമ്പോൾ സൂക്ഷിക്കുക, കുറേ ദൂരം പോകരുത്, ഈ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുക എന്നൊക്കെ. കാര്യം രാത്രിയാകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവരുടെ നാട്ടിൽ ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്ത് നിന്ന് ഒരാൾ വന്നിട്ട് ഒരു മോശം അനുഭവം ഉണ്ടാവാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ നാട്ടിലെ പ്രാദേശികരായുള്ള സ്ത്രീകളൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹായ് മക്കാനൻ ബലി അവർ ചോദിച്ചാൽ എവിടെ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞ ഫുഡ് വാങ്ങിക്കാൻ പോയായിരുന്നു. ഫുഡ് വാങ്ങിക്കാൻ പോകുന്നെന്നാണ് പറഞ്ഞത്. ഓൾറെഡി ഫുഡ് വാങ്ങിച്ച് കഴിഞ്ഞല്ലോ നമ്മൾ. പുറമേ കാണുന്ന ജക്കാർത്തേൻ്റെ ഗ്ലാമറസ് ആയിട്ടുള്ള മുഖം മാത്രം കണ്ടിട്ട് ആരും ഈ നഗരത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, നഗരത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങോട്ടൊക്കെയോ പോകണമെന്ന്. അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകുന്നുണ്ടോ? അവരുടെ കാര്യമാണ്, അതിലൊന്നും ഞാൻ തടയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. വികസനത്തിൻ്റെ മറവിൽ മറഞ്ഞുപോയ അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്ന ഈ ചേരികളിലെ രാത്രികൾ വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ നഗരം പടുത്തുയർത്തിയിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ വിയർപ്പിലും കഷ്ടപ്പാടിലും ഒക്കെയാണ്. നല്ല വൃത്തിയായിട്ട് പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വലിയ കച്ചവടമാണ് നടക്കുന്നത്. എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യാൻ കേട്ടോ. നാളത്തേക്കാണെന്ന് തോന്നുന്നു ഇവർ ഇത്ര അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അല്ലല്ല, വെളുപ്പിന് 4 മണിക്ക് ഇവരുടെ മാർക്കറ്റ് ഓപ്പൺ ആവും. ആ സമയത്തേക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇവർ ഈ കച്ചവടം ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ വേറെ എന്തോ വെറൈറ്റി ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ട്. ഒരു കാക്ക നമ്മൾ അതിന് മുന്നേ പൂവാണെന്ന് തോന്നുന്നത്. ഇത് മറ്റേ നമ്മുടെ വാഴക്കൂമ്പോ കുക്ക് ചെയ്യാണ് കേട്ടോ ആള്.
അത് അറിഞ്ഞായിരുന്നെങ്കിൽ ഇത് വാങ്ങിക്കായിരുന്നു നമുക്ക്. അതായത് ഇത്രയും മതി. ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. അങ്ങോട്ട് എന്തൊക്കെയോ കടകളും കാര്യങ്ങളൊക്കെ ആണ്. നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കാണേണ്ടത്. ഇന്തോനേഷ്യയിലെ ഈ ഫിലിപ്പൈൻസ് തെരുവിൽ ഒരു രാത്രി ജീവിക്കാൻ 250 രൂപ ആയിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം എൻ്റെ റൂം എങ്ങനെയാണെന്ന്. അതിനകത്തുള്ള ഫെസിലിറ്റീസും 250 രൂപയ്ക്ക് വെർത്താണോ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. ശരിക്കും പറഞ്ഞാൽ ഞാനത് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ 250 രൂപയുടെ ഇത് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇവിടെ വന്നിട്ട് നോക്കാമെന്ന്. കാര്യം 250 രൂപ സാധനം എടുക്കുമ്പം അത് നമ്മൾ നോക്കണമല്ലേ ശരിക്കും ഉള്ളതാണോ. സംഭവം ഉള്ളതാണ്, അവരുടെ വീക്കെൻഡ് ഓഫറോ അങ്ങനെ എന്തോ സംഭവമാണ്. എന്നാലും ഞാൻ ആ ഹോട്ടൽ കാണിച്ചത്. ഇതാണ് അതിൻ്റെ കോറിഡോറും കാര്യങ്ങളൊക്കെ. എൻ്റെ റൂം എനിക്കാണെങ്കിൽ പക്ഷേ ഒരു 3ാമത്തെ നില തന്നത് കേട്ടോ. കുഴപ്പമില്ല, 2 സ്റ്റെപ്പ് കയറിയാലും പ്രശ്നമില്ല. കലോറിയൊക്കെ ബേണായി പോട്ടെന്ന് ഞാനും വിചാരിച്ചു. നമ്മുടെ ചിക്കൻ തണുത്തിട്ടുണ്ടാവും ഇപ്പോൾ. 337 എൻ്റെ റൂം നമ്പർ. AC ആണ് റൂം. അത്യാവശ്യം സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വലിയൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഓൺലൈനിൽ കാണിക്കുമ്പം കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജക്കാർത്തയിലെ ഒരു ഭാഗത്തിൻ്റെ ഒരു ആകാശ ദൃശ്യമൊക്കെ നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. അതെ, സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ കുഴഞ്ഞ്. ചെറിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂം അലങ്കാരമായി കിടക്കുകയാണ്, അലങ്കോലമായിട്ട്. ആണ്ടേ 337. ഇതാണ് എൻ്റെ റൂം. ഫോട്ടോ നോക്കിയപ്പോൾ കൊള്ളാം. സാധാരണ ഒരു 1000-1200 രൂപയ്ക്കൊക്കെ ബുക്ക് ചെയ്യുന്ന റൂം മാതിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ. ഒരേ ഒരു പ്രശ്നം, ജനലില്ല, അതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം.